എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഇത് ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം. അപ്പോൾ ന്യൂ ഇയറിനന്ന് വൈകുന്നേരം 31-ാം തീയതി നമുക്ക് ഈ പ്രാവശ്യമെങ്കിലും കൊച്ചിയിൽ കാർണിവലൊക്കെ കാണാൻ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ തീർക്കാനായിട്ട് ഞങ്ങൾ 4 പേരും കൂടി നമ്മുടെ ചെറായി ബീച്ചിൽ പോയായിരുന്നു. ചെറായി ബീച്ചിൽ നല്ല അടിപൊളി പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളിത് പോകുന്നതാണ്, എത്തിയിട്ടില്ല കേട്ടോ. നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ, കാരണം വൈകുന്നേരം സമയമാണ് അത്യാവശ്യം എല്ലാവരും വരുന്നത്. അപ്പോൾ ഇന്ന് 31-ാം തീയതി കൂടി ആയത് കാരണം നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറായി എൻട്രൻസിൻ്റെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്. അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണത്തേലും നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സെറ്റിങ്സൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഇത്രയും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാറ്റാടി ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത്തിരി റഷായത് കാരണം, പിന്നെ വണ്ടി വെക്കാൻ ഇച്ചിരി സ്പേസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ നേരെ നമ്മുടെ കാറ്റാടി ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പോയത്. തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. റോഡ് സൈഡിലൊക്കെ വണ്ടി വെക്കാനൊക്കെ സ്ഥലമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഒരുപാട് കടകൾ, ബജ്ജി കടകൾ, ഐസ്ക്രീം കടകൾ, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ ഇത്രയൊന്നും ഉണ്ടായില്ല, ആകെ 1-2 കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കിട്ടിയ ഒരു ഗ്യാപ്പിൽ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ വണ്ടി വെക്കുന്ന നേരത്തെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങളിതേ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതും കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയായിരുന്നു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ചെന്നപ്പോഴേക്കും അവിടെ ഒരു വഞ്ചി അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിന് ചുറ്റും വന്നിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വഞ്ചി കയറ്റണത്, മീൻ എടുക്കണതൊക്കെ നോക്കി നിൽക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവിടെ ചെന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ വലയിൽ നിന്ന് താഴേക്ക് കുടഞ്ഞ് കിടന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പക്ഷെ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അത്രയും റഷല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നീങ്ങിയപ്പോഴാണ് ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു, ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അത് തന്നെ ഇവരെ 2 പേരെയും കയറ്റാൻ പറ്റിയില്ല. കയറണമെന്ന് ഹെസയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഡാനിക്കുട്ടന് അത്ര ആഗ്രഹം ഉണ്ടായില്ല. പിന്നെ 2 പേരുടെയും വിഷമം മാറ്റാൻ വേണ്ടി അവിടെ ഒരു ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന കടയുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് 2 പേർക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു 28-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതി ആകുമ്പോഴേക്കും കൊച്ചിയിലൊന്ന് പോയിട്ട് ഈ പ്രാവശ്യമെങ്കിലും അവിടെ ഒന്ന് പോയി എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഞാനിതുവരെ പോയിട്ടില്ല, ചേട്ടനും പോയിട്ടില്ല. കാരണം നല്ല തിരക്കായിരിക്കും നമ്മൾ ഈ 31-ാം തീയതിയൊക്കെ പോകുമ്പോൾ. അപ്പോൾ കുറച്ച് നേരത്തെ പോകണമെന്നുണ്ടായി. പക്ഷേ നമ്മുടെ കേക്കിൻ്റെ തിരക്കുകളും പിന്നെ 2-3 ഫംഗ്ഷനൊക്കെ ഉണ്ടായത് കാരണമൊക്കെ ഒന്നും പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് കാരണം പിള്ളേർക്കും ഒരു എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടതെന്ന് കരുതിയാണ് ഞങ്ങൾ ചെറായി പോയിട്ടോ. അപ്പോൾ ഈ സമയത്ത് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഫാമിലിയൊക്കെ ആയിട്ട് കുഴപ്പള്ളി ബീച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെറായിലുണ്ട്, ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, നേരെ നമ്മൾ കുഴപ്പള്ളി ബീച്ചിലേക്ക് പോയായിരുന്നു. ഇതാണ് ശരിക്കും നമ്മുടെ ഈ കാറ്റാടി ബീച്ചിലേക്കുള്ള എൻട്രൻസ്. അവിടെ തിരക്കായത് കാരണം നമുക്ക് വന്ന സമയത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ പോകുന്ന സമയത്താണ് നമ്മൾ അതിലിറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ 2 വീലർ എടുത്തിട്ട് നമ്മൾ കുഴപ്പള്ളി ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇതേ നമ്മുടെ മെയിൻ ബീച്ചിൻ്റെ അവിടെയുള്ള തിരക്കിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഫിഷ് മേളിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു അക്വേറിയം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ കയറണമെന്ന് കരുതിയെങ്കിലും ക്യൂ ഒക്കെ കണ്ടായിരുന്നു, ഞങ്ങൾ കയറിയില്ല. നേരെ നമ്മൾ കുഴപ്പള്ളി ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവരൊക്കെ ആയിട്ട് നിന്ന് കളിച്ചും സംസാരിച്ചും പിള്ളേരുടെ കളികളെല്ലാം ആയിട്ടൊക്കെ കുറേ നേരം ഞങ്ങൾ അവിടെയും സ്പെൻഡ് ചെയ്തായിരുന്നു. അവിടെ പക്ഷേ നമ്മുടെ ചെറായി ബീച്ചിൻ്റെ അത്രയും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് നിൽക്കാമായിരുന്നു. അപ്പോൾ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്ന ഒരു വർഷമായിരുന്നു 2023. ഇനി 2024 നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.